കേരളത്തിലിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് UDFിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിൻ്റെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. UDF നേതാക്കളിൽ പലരും തന്നെ അടുത്ത ടേം UDFിന് ഭരണം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. വീണ്ടും പിണറായി സർക്കാർ തന്നെയാണ് വരിക എന്നാണ് UDFിൻ്റെ പല നേതാക്കളും പറയുന്നത്. എന്നാൽ ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ അഭിപ്രായ സർവേയിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകളാണ് പറയുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലായി 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 71 സീറ്റുകൾ നേടുന്നവർക്ക് കേരളം ഭരിക്കാം. ആദ്യം നോക്കുന്ന ജില്ല തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 14-ൽ 13 സീറ്റും നേടിയത് LDF ആണ്. ഒരേ ഒരു സീറ്റ് മാത്രമാണ് UDFിന് നേടാനായത്, കോവളം സീറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകളിൽ BJP 4ഇടത്ത് രണ്ടാം സ്ഥാനത്തെത്തുകൊണ്ടായി. അതിൽ 3ഇടത്ത് 20,000-ൽ കൂടുതൽ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. കുമ്മനം രാജശേഖരൻ മത്സരിച്ച നിയമം മാത്രമാണ് 4,000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF അവിടെ വിജയിച്ചത്. എന്നാൽ 2026-ൽ തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകളിൽ 11 സീറ്റുകളും LDF നേടാനാണ് സാധ്യത. UDFിന് അവിടെ 3 സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമെന്നാണ് ഈ സർവേയിലെ കണ്ടെത്തൽ. BJPക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. NDAക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമാണ് UDFിന് നേടാൻ സാധിച്ചത്. ബാക്കി 9 സീറ്റുകളും LDF ആണ് നേടിയത്. അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അവിടെയും NDAക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ 5-ൽ 5 സീറ്റും LDF ആണ് നേടിയിരുന്നത്. അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ LDFും 4 സീറ്റുകൾ UDFുമായിരുന്നു നേടിയിരുന്നത്. അടുത്തത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ LDFും 1 സീറ്റ് മാത്രമാണ് UDFിനും നേടാൻ സാധിച്ചത്. അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് മാത്രമാണ് UDFിന് നേടാൻ സാധിച്ചത്. ബാക്കി 8 സീറ്റുകളും LDF ആണ് നേടിയിരുന്നത്. അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 9 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണയും 5 സീറ്റുകൾ തന്നെയാണ് LDF നേടിയതും 9 സീറ്റുകളാണ് UDFും നേടിയത്. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 10 സീറ്റുകൾ LDFും 3 സീറ്റുകൾ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റായിരുന്നു UDFിന് നേടാൻ സാധിച്ചത്. 13-ൽ 12 സീറ്റുകളും നേടിയത് LDF ആയിരുന്നു. അടുത്തത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ LDFും 2 സീറ്റുകൾ UDFുമായിരുന്നു നേടിയിരുന്നത്. അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 12 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണയും LDF 4 സീറ്റും UDF 12 സീറ്റുമായിരുന്നു നേടിയിരുന്നത്. ചില മണ്ഡലങ്ങളിലെ വിജയപരാജയം മാറുമെങ്കിലും കഴിഞ്ഞ തവണത്തെ 4-12 എന്ന നിലയിൽ തന്നെ തുടരും. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമാണ് UDFിന് നേടാൻ സാധിച്ചത്. അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് LDFും 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണയും 2-1 എന്ന നിലയിൽ തന്നെയായിരുന്നു.
അടുത്തത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമാണ് UDFിന് നേടാൻ സാധിച്ചത്. അടുത്തത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കഴിഞ്ഞ തവണയും 2-3 എന്ന നിലയിൽ തന്നെയായിരുന്നു. കേരളത്തിലെ ആകെയുള്ള 140 സീറ്റുകളിൽ 79 മുതൽ 80 സീറ്റുകൾ വരെ LDFും 59 മുതൽ 60 സീറ്റുകൾ വരെ UDFും 0 മുതൽ 2 സീറ്റുകൾ വരെ NDAയും നേടാനാണ് സാധ്യത.